ഈ നല്ല വേളയ്ക്ക് കർത്താവിനെ സ്തുതിക്കാം. ഇപ്പോഴും നമ്മൾ ഈ മധ്യാഹ്ന വേളയിൽ ഒരു വാക്യം വായിച്ച് ധ്യാനിക്കാം. ഞാൻ ചെറു കൂട്ടുകാരോട് പറയുകയാണ്, കുഞ്ഞുങ്ങൾ, ചിൽഡ്രൻ ഓൾ ക്യാൻ ലിസൺ ദിസ്. സങ്കീർത്തനം 27 അധ്യായം 1 വാക്യം. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാവും, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? യഹോവ ലോകത്തിൻ്റെ വെളിച്ചമാകും. യേശു ലോകത്തിൻ്റെ വെളിച്ചം. യേശു ലോകത്തിൻ്റെ വെളിച്ചമാകുന്നതെന്നാണ് ബൈബിളിൽ പറയുന്നത്. യേശു ലോകത്തിൻ്റെ വെളിച്ചം. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകും. എൻ്റെ രക്ഷ, സാൽവേഷൻ. ഞാൻ ആരെയും ഭയപ്പെടും? ഞാൻ ആരെയും ഭയപ്പെടേണ്ട. കർത്താവിനെ ഭയപ്പെടുക, മാതാപിതാക്കളെ ഭയപ്പെടുക, ടീച്ചേഴ്സിനെ ഭയപ്പെടുക, എൽഡേഴ്സിനെ ഭയപ്പെടുക. നമ്മുടെ ഇഷ്ടമാതിരി കുഞ്ഞുങ്ങൾ പോകുന്നത് ശരിയല്ല. നമ്മുടെ ജീവിതത്തിൽ ഭയം, കർത്താവിനെ ഭയപ്പെടുക. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നു. അപ്പം യഹോവ ഭക്തി ഉണ്ടെങ്കിൽ നമുക്ക് ജ്ഞാനമുള്ളൂ. ജ്ഞാനമുള്ള സ്ത്രീയോ തൻ്റെ ഭവനം പണിയുന്നു, ജ്ഞാനമില്ലാത്തുള്ള സ്വന്തം കൈകളാൽ ഇടിച്ചു കളയുന്നു. നമ്മുടെ ജീവിതത്തിലും പരിശോധിക്കാം. ദൈവമേ, ജ്ഞാനമുള്ള ഹൃദയം നൽകി തരണമേ അപ്പാ എന്ന് പ്രാർത്ഥിക്കാം. ഈ ഒരു മാസം ദൈവമേ ജ്ഞാനമായിരിക്കാൻ ജ്ഞാനമുള്ള ഹൃദയം നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ മാസം ജ്ഞാനമായിട്ടിരിക്കാൻ ഇവിടെയാക്കണം. ഈ മാസം വർഷം മാത്രമല്ല, എപ്പോഴും ജ്ഞാനമായിരിക്കണം. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്. യഹോവ എൻ്റെ വിളിച്ചു, എൻ്റെ രക്ഷയുമോ, ഞാൻ ആരെയും ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെയും പേടിക്കും? നമ്മൾ ആരെയും പേടിക്കണ്ട, മുതിർന്നവരെ പേടിക്കണം. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ കർത്താവിനെ ധ്യാനിക്കാം, യേശുവിനെ ധ്യാനിക്കാം, യേശുപ്പച്ചൻ പറഞ്ഞ പോലും കേൾക്കാം, യേശുപ്പച്ചൻ്റെ വചനം കേൾക്കാം, അതുപോലെ നടക്കാം. ആമീൻ, ആമീൻ, ആമീൻ.